ആ നിക്ക് ഞാൻ കൊടുക്കാം. എത്ര ചേട്ടാ? മീറ്ററിന്റെ മുകളിൽ ഒരു 20 രൂപ തന്നാ മതി ചേട്ടാ. മീറ്ററിന്റെ മേളിലോ? അതെന്താ, കയ്യിലാണ് നീ വാങ്ങില്ല? സാറേ, ഞാൻ നിങ്ങളെക്കാൾ നന്നായിട്ട് തമാശ പറയും. ഇന്നൊരു മൂടില്ലാഞ്ഞിട്ടാ 20 രൂപ താ സാറേ. അല്ല, എന്തിനാ എക്സ്ട്രാ വാങ്ങുന്നത്? മാഡം, ഇത്രയും ഉള്ളിലോട്ട് വരണമെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ലല്ലോ. നല്ല കഥയായല്ലോ ഇത്. എത്രയാവൂന്ന് ഞാൻ ആദ്യം ചോദിച്ചല്ലേ. ഇപ്പൊ ഇങ്ങോട്ട് എത്തിയിട്ട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? റിട്ടേൺ കാലി അടിക്കേണ്ടി വരും മാഡം. വാക്കിനൊരു വില വേണ്ട ചേട്ടാ. ഇങ്ങനെ സംസാരിച്ച എങ്ങനെയാ? ഒരു കുട്ടി കൂടെ ഉണ്ടെന്ന് കണ്ടാ പിന്നെ എന്ത് ഡിമാൻഡ് ചെയ്യാല്ലേ? ഇതെന്ത് ലോജിക്കാ? റാം, നിനക്ക് അറിയാഞ്ഞിട്ടാ. കുട്ടികളുള്ളപ്പോ ഞങ്ങൾക്ക് ഇങ്ങനെ വാദിക്കാൻ പറ്റില്ല. അവര് വാശി പിടിച്ചോണ്ടിരിക്കും. ഇവര് ചോദിക്കുന്നത് ഞങ്ങൾ കൊടുത്ത അതാ കണക്ക്. മാഡം, ഇതിനകത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഞങ്ങൾക്ക് അതൊന്നും അറിയില്ലായിരുന്നു. എനിക്കൊരു 20 രൂപയോടെ തന്നാ മതി മാഡം, ഞാൻ പോയിക്കോളാം. സീതമ്മ, ഒന്ന് വേഗം വാ, നമ്മൾ കറങ്ങാനൊക്കെ ലേറ്റ് ആവും. ദേ കണ്ടില്ലേ, കുട്ടി പറഞ്ഞത് കറക്റ്റാണ് മാഡം. എന്തിനാ ലേറ്റ് ആക്കുന്നത്? 20 രൂപ തന്നാ മതി, ഞാൻ പോയിക്കോളാം. എന്തിനാ ഇയാൾക്ക് എക്സ്ട്രാ കൊടുക്കുന്നത്? എന്തിനാ ടൈം വേസ്റ്റ് ചെയ്യുന്നത്? കുട്ടിക്ക് ലേറ്റ് ആവുന്നുണ്ട്. എന്താടാ, പൊക്കോ. കണ്ടോ, നീ കാരണം 20 രൂപ പോയി കിട്ടി. പാവം, ഇനിയിപ്പോ അതിനോട് ചൂടാവണ്ട. ഞാനല്ലേ കൊടുത്തത്. ഇറ്റ്സ് ഓക്കെ, ഡോണ്ട് വറി. ശരി, നിങ്ങൾ രണ്ടാളും ഇവിടെ നിൽക്ക്, ഞാൻ വേഗം പോയിട്ട് വരാം. സീതമ്മ, 100 വരെ ഞാൻ എണ്ണാം. അതിനുള്ളിൽ വരാൻ നോക്കണേ. ഓക്കെ, ശരി. ഇവനാളൊരു പൊത്തിരി കണ്ടോ, അടവുണ്ടോ, തടയുണ്ടോ, എതിരാളികൾ. ഓക്കെ. യെസ്. ആ, കേൾക്കുന്നുണ്ട്. വാ, പറഞ്ഞു കേൾക്കുന്നുണ്ട്. പറ. നൈസ്. ഇരി. ആ, ഡീറ്റെയിൽസ് എല്ലാം കിട്ടിയിട്ടുണ്ട്. യെസ്. ഓക്കെ. യാ. ഡൺ. ഡോണ്ട് വറി, ഞാനുണ്ടല്ലോ. നോ പ്രോബ്ലം. യാ, ഞാനുണ്ടല്ലോ. പറയ കേൾക്കുന്നുണ്ട്, പറഞ്ഞോ. ഓക്കെ. നിന്റെ കേസ് ഇങ്ങനെ സ്റ്റഡി ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അതെയോ? നോ പ്രോബ്ലം, ഡോണ്ട് വറി. ഓക്കെ. സാലറി സ്ലിപ്പ് തരാൻ വന്നതാ. ഗോപി സർ, ഇങ്ങ് വന്നേ. മേഡത്തിനൊരു ജ്യൂസ് കൊണ്ടുവാ. ഓക്കെ സർ. സർ, എനിക്ക് ജ്യൂസ് ഒന്നും വേണ്ട സർ. ആ, നിങ്ങളോടല്ല. യാ, ജസ്റ്റ് എ മിനിറ്റ്. ഇവിടെ ഒരു ക്ലയന്റിനോട് സംസാരിച്ച പറയ്. നമുക്ക് പോയി വിളിച്ചോണ്ട് വന്നാലോ? ഏയ് വേണ്ട. നമുക്ക് വെയിറ്റ് ചെയ്യാം. അവിടെ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് കാര്യം ഉണ്ടെങ്കിലോ? നാട് കാണുന്നേക്കാളും എന്ത് ഇമ്പോർട്ടൻസ് ഉള്ളത് പറ. അല്ലെങ്കിലും ഈ സീതമ്മ എപ്പോഴും ഇങ്ങനെയാ. പാവല്ലേ ഈ സീതമ്മ. ഇതൊക്കെ ചെയ്യുന്ന സിഹിമോൾക്കും കൂടെ വേണ്ടിയല്ലേ. സോ വെയിറ്റ് ചെയ്യുന്നോണ്ട് ഒരു തെറ്റുമില്ല. നീയും സീതമ്മനെ സപ്പോർട്ട് ചെയ്യാണോ? ശരി, നീ 1 to 100 വരെ എണ്ണാമെന്ന് പറഞ്ഞല്ലേ. എണ്ണിക്കേ വേഗം. അത് അപ്പ പറഞ്ഞല്ലേ. ഇപ്പൊ ഞാൻ 20 വരെ എണ്ണിട്ടുണ്ട്. അങ്ങനെ ഒന്നും ചീറ്റ് ചെയ്യരുത്. റോങ്. ശരി, നീ ഇപ്പൊ 1 to 100 എന്തായാലും കൗണ്ട് ചെയ്യ്. സീതമ്മ വേഗം വരും. ഓക്കെ അല്ലേ? ശരി, എണ്ണിക്കോളാം. ഓക്കെ. അതെനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ ഇവിടെ ഉണ്ട്. ഞാൻ നിങ്ങളെ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. യാ, ബൈ, ടേക്ക് കെയർ. സർ, സാലറി സ്ലിപ്പ് തരാൻ വന്നതാ ഞാൻ. സമയമായി സർ, എനിക്ക് പോണം. ഇതാ. സീത മാഡം, ഒരു ജ്യൂസ് കുടിക്കേ? ഇല്ല സർ, വേണ്ട എനിക്ക് ജ്യൂസ്. ഇതാ സാലറി. സീത മാഡം,
സമാധാനമായിട്ടിരിക്കെ. എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? ഞാൻ സീതയ്ക്ക് വേണ്ടിയല്ലേ ഇന്ന് ഓഫീസിലേക്ക് വന്നത്. ആദ്യം ഈ ജ്യൂസ് കുടിക്കും, അത് കഴിഞ്ഞിട്ട് സാലറി സ്ലിപ്പ് വാങ്ങിക്കോളാം. സീത മാഡം ഇരുന്നോളൂ. ഇല്ല സർ, കുഴപ്പമില്ല. സിഹി, സിഹി, ഹേയ്. സിഹി, അത് സിഹി എന്ന് വിളിക്കാൻ വന്നപ്പോ എന്റെ കൈ തട്ടി ഗ്ലാസ് താഴെ വീണു. അത് ഐ എം സോറി, സോറി സിഹി, ഞാൻ പറഞ്ഞു കേൾക്കാതെ ഉള്ളിലേക്ക് വന്നതാ. യു ഗൈസ് ക്യാരി ഓൺ. ഇവിടെ ഞാൻ നോക്കിക്കോളാം. വിൽ വെയിറ്റ് ഔട്ട് സൈഡ്. സിഹി, അമ്മ വരും, നീ വാ. സീതമ്മ, നിന്നെയാട്ടോ ഞാനിവിടെ കാത്തിരിക്കുന്നത്. നീ വരുന്നതേ ഇല്ല, അതുകൊണ്ടല്ലേ ഞാൻ കയറി വന്നത്. അപ്പോഴല്ലേ ഗ്ലാസ് പൊട്ടിയത്. വേഗം വാ, മനസ്സിലായോ? ഞാൻ 20 വരെ മാത്രമേ കൗണ്ട് ചെയ്യാൻ നിൽക്കൂ. അതിനുള്ളിൽ വന്നേക്കണം. വന്നോളൂ, വാ സിഹി. സിഹി മോളെ, അങ്ങനെ ഒന്നും പറയാതെ ഓടിപ്പോകുന്ന തെറ്റല്ലേ? എനിക്ക് ബാഡ് അങ്കിളിനെ ഒട്ടും തന്നെ ഇഷ്ടമല്ല. എനിക്ക് ഇഷ്ടമല്ലാത്ത ആൾക്കാരോട് എന്തിനാ എങ്ങനെ സംസാരിക്കുന്ന സീതമ്മ? സിഹി, 1 2 3 4 5 6 7 8. സോറി സർ, ഞാൻ മോളെ ഇന്ന് പുറത്തേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞിരുന്നു. അതാ അവള് എന്നെ വിളിക്കാൻ വന്നതായിരിക്കും. സർ, സാലറി സ്ലിപ്പ് ചോദിച്ചിരുന്നില്ലേ? വേറെന്തെങ്കിലും വേണോ സർ? പറയാം, എനിക്ക് വേണ്ടതൊക്കെ. ഓക്കെ സർ, താങ്ക് യു. വിരലിന്റെ ഇടയിൽ കിട്ടിയ കോഴിക്കുഞ്ഞിനെ പാറിപ്പോകാൻ നീ സമ്മതിച്ചല്ലോ. കാണിച്ചു കൊടുക്കും ഞാൻ. ഈ രുദ്രപ്രതാപിന്റെയും സീതയുടെയും ഇടയിൽ ആരു വന്നാലും അവരുടെയൊക്കെ ഗതി ഇത് തന്നെയായിരിക്കും. 90 20 നോക്ക്, ഇതുവരെ സീതമ്മ വന്നില്ല. ഞാൻ തന്നെ പോയി വിളിച്ചോളാം. സിഹി മോളെ, സിഹി മോളെ, വേണ്ട, അങ്ങനെയൊന്നും പോകാൻ പാടില്ല. സീതമ്മ വരുമെന്ന് മോളോട് പറഞ്ഞല്ലേ. കുറച്ച് വെയിറ്റ് ചെയ്താലെന്താ? ആർക്കും ടൈമിനെ കുറിച്ച് ഒരു ബോധവും ഇല്ല. ഇങ്ങനെ നോക്കി നിന്ന് സൂര്യൻ താന്നു പോവും. അപ്പൊ പിന്നെ ലേറ്റ് ആവുമല്ലോ. അപ്പൊ നമുക്ക് ഒന്നും ചുറ്റിക്കാണാൻ കഴിയില്ല. സിഹി മോളെ, ഇങ്ങോട്ട് നോക്കിയേ. സൂര്യൻ താന്നു പോകുന്നതിന് മുന്നേ നിനക്ക് എന്തൊക്കെ കളിക്കാൻ വേണോ അതെല്ലാം ഞാൻ വാങ്ങിത്തരാം. നാട് ചുറ്റി കാണിക്കേണ്ട കടമേ എനിക്കാ. ഓക്കെ അല്ലേ? സീതമ്മ, എന്താ ഇത്ര ലേറ്റ്? എന്താ ഇങ്ങനെ? സോറി ഫ്രണ്ട്, സീതമ്മയോട് സോറി പറ. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, പിന്നെ എന്തിനാ സോറി പറയുന്നത്? ഫ്രണ്ട്, സോറി. ഗുഡ് ഗേൾ. ആക്ച്വലി ഞാനാ താങ്ക്സ് പറയേണ്ടത്. അവിടുന്ന് എങ്ങനെ ഇറങ്ങാൻ പറ്റുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. അതെന്താ? ഭയങ്കര സൽക്കാരാ. വേണ്ടാന്ന് പറഞ്ഞ് കേക്കില്ല, ജ്യൂസ് കൊണ്ടുവന്നേക്കുന്നു. സാലറി സ്ലിപ്പ് കൊടുക്കാൻ വന്നത് തന്നെ വേറെ വഴിയില്ലാഞ്ഞിട്ടാ. ജ്യൂസ് കുടിച്ച് സംസാരിക്കാനൊക്കെ എന്താ അവിടെ ഉള്ളത്? ഈ സമസ്യകളൊക്കെ ഒന്ന് തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു. സമസ്യ എന്ന് പറഞ്ഞ ട്രയാങ്കിൾ പോലെ ഉണ്ടാവും, അതല്ലേ? അത് സമൂസ, സമസ്യയല്ല. സമസ്യ എന്ന് പറഞ്ഞാ പ്രോബ്ലം. ഇപ്പൊ നിനക്ക് പാനിപ്പൂരി കഴിക്കാൻ ഒരു ആഗ്രഹം ഉണ്ടാവല്ലേ? ഇവിടെ എവിടെയോ അതിന്റെ കടയില്ല. അതാ അങ്ങ് ദൂരെ അതുള്ളത്. അപ്പൊ നമ്മൾ അതിനെ എന്ത് വിളിക്കും എന്ന് പറയേ? ഓട്ടോ. ഓട്ടോ. കറക്റ്റ്. സമസ്യ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ.
ആ ഓട്ടോ ഒന്നും ഇല്ല. ഇപ്പൊ തന്നെ ബഡ്ജറ്റ് ഒരുപാട് അധികമായി. മീറ്ററിന് മുകളിൽ എക്സ്ട്രാ വെച്ച് കൊടുത്തില്ലേ? ഇനിയിപ്പോ നമുക്ക് നടന്നു പോവാം. വാ. അപ്പൊ നടന്നാ പൈസ ഉണ്ടാവോ? വാലിഡ് പോയിന്റ്. എന്ത് വാലിഡ് പോയിന്റ്? എല്ലാ ഓട്ടോക്കാർക്കും മീറ്ററിന്റെ മുകളിൽ പൈസ വെച്ച് കൊടുക്കാൻ നിൽക്കാണോ സാറ്? മിണ്ടാതെ വന്നോ. ബാ. സീതമ്മ, കാലമ്മ. ഡ്രാമ ക്യൂനാ നീ. നടക്കുന്നത് ഹെൽത്തിന് വളരെ നല്ലതാ. വാ. പാവം ഓട്ടോക്കാരൊക്കെ എന്ത് ചെയ്യുമെന്ന് പറ. അവർക്കും പൈസയുടെ ആവശ്യമൊക്കെ ഇല്ലേ? ഈ ക്വസ്റ്റിന് താൻ എന്ത് ആൻസർ കൊടുക്കുമെന്ന് പറ. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന രണ്ടുപേർക്കും സമയം വേസ്റ്റ് ആവും. ഓക്കെ ആണോ? ശരി, വാ ഫ്രണ്ട്. നിനക്ക് ഞാനാണ് ഓട്ടോ. റാം, അവളെ താഴെ ഇറക്ക്. അവള് നടന്നു വന്നോളൂ. ഇത്രയും കൊഞ്ചിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇറ്റ്സ് ഓക്കെ, വാ. സ്വപ്നമായി കാത്തു നിന്നു നീ, അരികെ വന്നു ചേരുവാനിൻ ജീവനിൽ. ഏതു സ്നേഹമന്ത്രമാകും പാട്ടുമൂളി വന്നു നീ, ഒഴുകി മെല്ലെ അലിയുവാനിൻ പ്രാണനിൽ. സീതാരാമ, ഓ സീതാരാമ. വീക്കെൻഡിൽ നേരത്തെ എഴുന്നേറ്റ് ഹെയർ കട്ടൊക്കെ ചെയ്ത് ഒരു ഹെഡ് മസാജ് ചെയ്യാന്ന് വെച്ചാൽ സമ്മതിക്കത്തില്ല. വീക്കെൻഡിൽ തലയിൽ അടുപ്പ് കത്തിച്ചോളൂ. ഹലോ മാഡം. ഹലോ. നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ ഓഫീസിൽ എത്തിയിട്ടുണ്ട് മാഡം. നീ എത്തിയതൊക്കെ അവിടെ നിൽക്കട്ടെ. ഓഫീസിൽ ആരൊക്കെ വന്നിട്ടുണ്ട്, എന്തൊക്കെയാ അവരവിടെ ചെയ്യുന്നതെന്നൊക്കെ നോക്ക്. ഓഫീസില് ഞാൻ എത്തിയിട്ടുണ്ട് മാഡം. ശരൺ, ഐ ഡോണ്ട് ഹാവ് ടൈം ഫോർ യുവർ സിലി ജോക്സ്. ഞാൻ എത്ര സീരിയസ് ആയിട്ട് പറയുന്നത് മനസ്സിലാവുന്നില്ലേ? സോറി മാഡം, ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല മാഡം. സത്യമായിട്ട് ഓഫീസിൽ ആരും ഇല്ല. നിന്റെ ബോസ് ചേംബറിലോ ആരുമില്ലേ? മാഡം, ബോസ് ഇവിടെ ഉണ്ട്. അവനെന്താ അവിടെ പണി? എന്തോ ഡീപ്പായിട്ട് പണിതുകൊണ്ടിരിക്കുകയാണ് മാഡം. ഒറ്റയ്ക്കാണോ അതോ അവന്റെ കൂടെ ആരെങ്കിലും ഉണ്ടോ? ഒറ്റയ്ക്കാണല്ലോ മാഡം. കൂടെ ആരെങ്കിലും കൂടി വേണമായിരുന്നോ? നിന്റെ ബോസിന് ആരെങ്കിലും? ഞാൻ വേണ്ടാത്ത കാര്യത്തിനൊക്കെ മാഡത്തിനെ ഫോൺ ചെയ്ത് മാഡത്തിന് തലവേദന ഉണ്ടാക്കുമെന്ന് മാഡം പറയാതിരിക്കാൻ വേണ്ടി പറയുന്നില്ല, അത്രേ ഉള്ളൂ മാഡം. ഓഫീസിൽ നിന്റെ ബോസിന്റെ കൂടെ ഏതെങ്കിലും പെൺകുട്ടിയുണ്ടോന്നൊന്ന് വേഗം ചെക്ക് ചെയ്യാ. പെണ്ണോ? വലിയ വീട്ടിൽ ആണുങ്ങളുടെ പിന്നില് കറങ്ങുന്ന പെണ്ണുങ്ങളുടെ എണ്ണം വല്ലാതെ കൂടുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും നിനക്ക് തോന്നിയാ ഇമ്മീഡിയറ്റ് ആയിട്ട് എനിക്ക് ഫോൺ ചെയ്യും. ശരി മാഡം. ഇയാളുടെ പുറകെ ഉള്ളത് ഏത് പെൺകുട്ടിയാണെന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കണം. അല്ല, വീക്കെൻഡിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇയാളുടെ പുറകെ ഏത് പെണ്ണ് വരുമെന്നാ ഈ പറയുന്നേ? അയ്യോ, കർമ്മ കർമ്മ. ഓഫീസിൽ അവിടെ ഒറ്റയ്ക്ക് നിന്നിട്ട് നീ അവിടെ എന്താ ചെയ്യുന്ന രാമ? നല്ല രസമുണ്ടല്ലേ? സൂപ്പർ. സീതമ്മ, പാനിപൂരി അങ്കിളുടെ മീറ്ററിന്റെ മേളില് എത്ര വേണേലും കൊടുക്കാൻ പറ്റും. നല്ല എരിവുണ്ടല്ലോ. എരിവ് നല്ല രസമുണ്ടല്ലോ. ഇത് എരിവ് കുറച്ച് കൂടുതലായിട്ടുണ്ടല്ലോ. മൂക്ക് കുഴപ്പമൊന്നുമില്ലേ? ഫ്രണ്ട്, ഇനിയും കുറച്ചും കൂടെ വേണം. ഇതൊന്നും പോരാ. നാക്കില് വെച്ച് കഴിഞ്ഞാ സൊറന്ന് പറഞ്ഞ് തല നിന്ന് കത്തണം. അപ്പഴാ രസം. ചേട്ടാ, എരിവ് കുറച്ച് കൂടുതൽ തന്നെ ആയിക്കോട്ടെ. കുട്ടിയാണെന്നും പറഞ്ഞ് കുറയ്ക്കാൻ നിൽക്കണ്ട. അവൾ എന്നെക്കാട്ടിലും കൂടുതൽ എരിവ് കഴിക്കും. സ്വീറ്റ് ആണെങ്കിൽ മാത്രമേ എനിക്ക് പ്രശ്നമുള്ളൂ. എരിവാണെങ്കിൽ ഞാൻ തന്നെ റാണി. ഏയ്, അതുകൊണ്ടാ പതുക്കെ കഴിക്കാൻ പറഞ്ഞത്. സീതമ്മ, ഞാൻ പിന്നെയും കുഴപ്പമില്ല. എന്റെ ഫ്രണ്ടിന്റെ മുഖം നോക്ക്. മുഖത്ത് മൊത്തമായിട്ടുണ്ട്. നീ അവന്റെ മുഖത്തേക്ക്
ഇറ്റ്സ് ഓക്കെ. വാ വാ. എന്റെ ബോഡിക്ക് ഇതൊക്കെ സഹിക്കാൻ കഴിയുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എന്നുവെച്ചാ ഈ എരിവ്, സന്തോഷം, ചിരി, ഇമോഷൻസ് ഇതെല്ലാം ഇങ്ങനെ അനുഭവിക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതിയതേ അല്ല. താങ്ക്സ്. ഭയങ്കര എരിവായി പോയി. എത്രയായി? ഏയ് വേണ്ട വേണ്ട, ഞാൻ കൊടുക്കാം. ഇന്നേട്ടാ. ഇതെന്താ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത്? അതിനിപ്പോ എന്താ? വോളറ്റില്ലേ നിന്റെ കയ്യില്? എന്റെ വാലറ്റ് ആക്ച്വലി വീട്ടിൽ വെച്ച് മറന്നുപോയതാ. വോളറ്റ് വീട്ടിൽ വെച്ചിട്ട് പൈസ മാത്രം എടുത്തോണ്ട് വന്നതാണോ? അല്ല, വാലറ്റ് ഒരു സ്ഥലത്തായിരുന്നു, ക്യാഷ് വേറൊരു സ്ഥലത്തായിരുന്നു. അപ്പോ ജസ്റ്റ് ഇതിങ്ങി എടുത്തോണ്ട് പോന്നു. ലക്ഷ്മിയെ നീറ്റായിട്ട് വെക്കണം. ദാ ഇങ്ങനെ വെച്ചോ. താങ്ക്സ്. എന്റെ ഷെയർ ഞാൻ പിന്നെ തരാട്ടോ. അയ്യോ, അത് കുഴപ്പമൊന്നുമില്ല. ഇറ്റ്സ് ഓക്കെ. ഇന്ന് എന്റെ ഇല്ല ഇല്ല ഇല്ല, ഞാൻ സിഹി ഒരുപാട് കഴിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഷെയർ എന്തായാലും കൂടുതലായിരിക്കും. നോ ഇറ്റ്സ് ഫൈൻ. ഇന്നത്തെ ചെലവ് എന്റെ വകയാണ്. ട്രീറ്റ് ഇസ് ഓൺ മീ. ഓ, നമ്മളിന്ന് ഓഫീസിലെ ബോസിന് ഗിഫ്റ്റ് കൊടുത്തില്ലേ? അന്ന് ഞാനല്ലേ നിന്റെ 500 രൂപ കൊടുത്തത്? അതിങ്ങ് തിരിച്ചു തന്നേക്ക്. യാ ഷോ. എന്താ പിടിക്കേ? പോയാലോ? യാ. സീതമ്മ, എന്റെ ഫ്രണ്ടിന് ഇക്കള എടുക്കുന്നുണ്ട്. നീ എന്തെങ്കിലും ചെയ്യേ. ഇതാ വെള്ളം കുടിക്കേ. താങ്ക് യു. പതുക്കെ. ഇതെന്തിനാ ഫ്രണ്ട്? ഇങ്ങനെ പേടിപ്പിക്കുവാണെങ്കിലേ അപ്പൊ തന്നെ നിന്റെ ഇക്കളൊക്കെ തന്നെ പൊക്കോളും. ഫ്രണ്ട്, ശ്വാസം പിടിച്ചോ, ശരിയായിക്കോളും. ഓക്കെ. ഇപ്പൊ ഓക്കെ, ശരിയായിട്ടുണ്ട്. എന്നാ പോകല്ലേ? പോയേക്കാം. വാ. നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നത്? ഗുഡ് മോർണിംഗ്. ഇന്ന് എനിക്ക് അവധിയല്ലേ? ആണല്ലോ സാർ. ഗുഡ് മോർണിംഗ് പറയാൻ വന്നത്? അല്ല സാർ, നിങ്ങൾ ഓഫീസിൽ തന്നെ ഉണ്ടെന്ന് മനസ്സിലായി. നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണോന്ന് ചോദിച്ചിട്ട് പോകാൻ വേണ്ടി വന്നതാ. എനി പ്രോബ്ലം, എനി ഹെൽപ്പ്? മിസ്റ്റർ ചരണ്ടോ ഡി, എനിക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു പറ? അറിയില്ല സാർ. ഞാൻ നിങ്ങളോട് തന്നെ പറയില്ലേ? അതെ സാർ. ഇപ്പൊ ഞാൻ എന്തെങ്കിലും ചോദിച്ചു? ഇല്ല സാർ. അങ്ങനെയാവുമ്പോ എനിക്ക് നിന്റെ അടുത്ത് നിന്ന് ഒരു സഹായം വേണ്ട എന്നല്ല അതിനർത്ഥം? അതെ സാർ. വെരി ഗുഡ്, വളരെ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്. അതെ. അപ്പൊ എന്താ ചെയ്യേണ്ടി? വീട്ടിലേക്ക് പോണം സാർ. കറക്റ്റ്. പൊക്കോളാം സാർ. ഓക്കെ ഓക്കെ, ബൈ. മിസ്റ്റർ ചരണ്ടോ ഡി സാർ, ഞാൻ ഇന്ന് ഓഫീസിലേക്ക് വരുന്ന കാര്യം വേറെ ആർക്കും അറിയില്ലല്ലോ. ഞാൻ ഓഫീസിലുണ്ടെന്ന് നിന്നോട് ആരാ പറഞ്ഞേ? അത് അല്ല, അത് പിന്നെ ഞാൻ ഗണേശനോട് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. ഗണേശൻ തന്നെ പറഞ്ഞത്. ഓക്കെ, പൊക്കോളൂ സാറേ. ഓക്കെ.
ഞാൻ ഗണേശനോട് പറഞ്ഞെന്ന് കള്ളം പറഞ്ഞിട്ടും അവനത് സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ പക്ക എന്തോന്ന് മറച്ചു വയ്ക്കുന്നുണ്ട്. പക്ഷെ എവനോട് ഈ കാര്യം ആരായിരിക്കും പറഞ്ഞത്?